എല്ലാവർക്കും പൂമ്പാറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 800 രൂപ നൽകിയാൽ 3 ദിവസത്തേക്ക് ഊട്ടിയിലേക്ക് ടൂർ പോകാൻ സാധിക്കുമായിരുന്നു. അന്നെല്ലാം സ്കൂളുകളിലെ സ്ഥിരം ടൂർ പ്ലേസും ഊട്ടി തന്നെയായിരുന്നു. പക്ഷെ അന്ന് ആ പൈസ എടുക്കാൻ കഴിയാത്തതിനാൽ ഊട്ടി യാത്ര ഒരു സ്വപ്നം മാത്രമായിരുന്നു. അത് മാത്രമല്ല, അന്ന് ടൂർ പോകുന്നവരെല്ലാം അസൂയോടെ നോക്കി നിന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് വട്ടം ഊട്ടിയുടെ ഭംഗിയെ ആസ്വദിച്ചതാണ്. എന്നാൽ സുലോചന സേതുമാധവനൊപ്പം കാണാൻ ആഗ്രഹിച്ച ഊട്ടിയെ അവരെ പോലെ ഒരുമിച്ച് കാണാൻ ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. ജോലിയിൽ നിന്നും ലീവ് കുറവായതിനാൽ ഞങ്ങളുടെ ഈ യാത്രയുടെ സമയം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള സമയം പരമാവധി ആഘോഷിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഊട്ടിയിൽ കാണാൻ ഇത്രമാത്രം എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ ഊട്ടിയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ ഉത്തരം. ആനമുടിയും മീശപ്പുലിമലയും കഴിഞ്ഞാൽ ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ മലയാണ് ഇവിടം. ഊട്ടിയിൽ നിന്ന് ഈ മലകൾ കാണുവാൻ പ്രയാസമാണ്. എന്നാൽ അകലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇതിന്റെ യഥാർത്ഥ വലുപ്പം മനസ്സിലാക്കാൻ സാധിക്കൂ. വാക്കുകളെക്കാൾ വേഗത്തിൽ ഒരാശയം എളുപ്പത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തുക ഒരുപക്ഷെ ചിത്രങ്ങളിലൂടെയോ വീഡിയോകളിലൂടെ ആയിരിക്കും. വാക്കുകളിലൂടെ പറയേണ്ട ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് ഒറ്റയടിക്ക് എത്തിക്കാൻ അവയ്ക്കാകും. ഊട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചെറിയ വീഡിയോയ്ക്കാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുടുംബത്തോടൊപ്പം ഊട്ടി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ ജൂൺ വരെയും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുമാണ്. മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഈ സമയങ്ങളിലെ കാലാവസ്ഥ അത്രയും മികച്ചതാണ്. പച്ചപ്പ്, അതിശയകരമായ നീലപർവ്വതങ്ങൾ, അലയടിക്കുന്ന തെളിഞ്ഞ തടാകങ്ങൾ, ആൽപ്പൈൻ മരങ്ങൾ, ഇംഗ്ലീഷ് വേനൽക്കാലത്തെ പോലെ സജീവമായ കാലാവസ്ഥ, ഇവയെല്ലാം ഊട്ടിയെ പ്രകൃതി സ്നേഹികളുടെ പറുദീസയാക്കി മാറ്റുന്നു. കണ്ടതിനേക്കാളേറെ കാണാക്കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു. സഞ്ചാരം ആത്മാവിൽ ലയിച്ച സഞ്ചാരികളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും ഊട്ടി എന്ന പറുദീസ. മൂടൽമഞ്ഞിന്റെ മാന്ത്രികതയിൽ അലിയാം. കോടമഞ്ഞുകൾ മാഞ്ഞു പോകുമ്പോൾ പുതിയ വിസ്മയ കാഴ്ചകളിലേക്ക് വിഴി തുറക്കാം. പ്രകൃതിയുടെ താളം ഒരു സിംഫണി പോലെ അനുഭവിക്കാം. ഒരു തോന്നൽ ഉള്ളിൽ തോന്നിയാൽ പിന്നൊന്നും നോക്കണ്ട, വച്ച് പിടിച്ചോ ഊട്ടിക്ക്.